സമയം കിട്ടിയിട്ട് മഴയത്തെല്ലാം ഉണ്ടാക്കായിട്ടുള്ളൂ. ഈ മഴയത്തെല്ലാം ഉണ്ടാക്കണേ. ഈ മഴയില്ലാത്ത സമയത്തൊന്നും നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ. ഈ സിമെന്റിന്റെ മിക്സ് അല്ല ഞങ്ങൾ ഒഴിച്ചു വന്ന ഈ സിമെന്റിന്റെ ഈ പെരും മഴയത്തല്ല നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കുന്നു അല്ലേ? ഈ മഴ കഴിഞ്ഞ ഈ പോപ്പ് എന്താ പോണം മുഴുവൻ നിങ്ങൾ ഈ മഴയത്തല്ല ഉണ്ടാക്കിയത്. നിങ്ങളുടെ ബില്ല് ഞങ്ങൾ മാറ്റിച്ചേക്കാം. നിങ്ങൾ ഈ കാണുന്ന മഴയത്ത് വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത് എന്ത് ഉൾപ്പെട്ട പണിയാ? നാട്ടുകാരുടെ പൈസ എന്ത് ഈ കാണുന്ന പിന്നെ എന്നെ കോപ്പി ഒളിച്ചു വരുന്നത്? ഈ സിമെന്റിനുള്ള പൈസ ഒളിച്ചു വരുന്നത് അല്ല. നിങ്ങൾ ആരോടെ പറയണേ? ഈ സാധനം എഴുതിനുള്ള ഒളിച്ചു വരുന്നത് ഈ സാധനം ഒളിച്ചു വരുന്നത് ഇതാണ്. മലബാർ ബസ്സിന്റെ കോൺക്രീറ്റിന്റെ രംഗമാണ് കാണുന്നത്. പെരും മഴയത്ത് നിങ്ങൾ ഈ മഴയത്ത് ഉണ്ടാക്കുന്ന ഈ കോപ്പ് ഇതെന്ത് ഏർപ്പാടങ്ങൾ? ഞങ്ങളുടെ പൈസ അല്ലത്. പെരും മഴയത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. സിമെന്റ് ഒലിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. സിമെന്റ് കോൺക്രീറ്റ് മിക്സിൽ നിന്ന് സിമെന്റ് ഒലിച്ചു പോകുന്നത്. ഫുള്ള് കുട്ടികൾക്ക് മലബാർ ബസ് ചെയ്ത കോൺക്രീറ്റ് ആണ് ഈ കാണുന്നത്. പെരും മഴയത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം പോലും ഇട്ട് മൂടാതെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മലബാർ ബസ്സിൽ സബ് എടുത്തു എന്ന് പറയുന്നത് പെരും മഴയത്താണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം പോലും മൂടാതെ സിമെന്റ് കുത്തി ഒലിച്ചു പോയിട്ട് കല്ല് കൃത്യമായിട്ട് കാണാം. ഇതിനകത്ത് എഞ്ചിനീയറോ എയോ ഓവർസിയറോ ഒരുത്തനും ഇല്ല ഇതിനകത്ത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ 6ാം വാർഡിൽ 100% ചട്ടവിരുദ്ധമായി ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്താണ് ഈ കോൺക്രീറ്റ് നിർമ്മാണം നടത്തിയത്. കോരിച്ചൊരിയുന്ന മഴയത്ത് കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ സിമന്റ് 100% തന്നെ ഒലിച്ചു പോവുകയും വെറും മണ്ണും കല്ലും ചരളും വേറിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ അന്വേഷണം നടത്തി കരാറുകാരനെതിരെയും കമ്പനിക്കെതിരെയും സ്ഥലത്തുണ്ടാവേണ്ട ഓവർസിയർക്കെതിരെയും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാർക്കും ഐക്യകണ്ഠേന പറയാനുള്ളത്.